വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂരിയും. ഇക്കഴിഞ്ഞ ജനുവരി 28-നായിരുന്നു ഇരുവരും വിവാഹിതരായത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലികെട്ട് നടന്നത്. പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു. വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തങ്ങളുടെ ചെറിയ വിശേഷങ്ങൾക്ക് വരെ യൂട്യൂബ് ചാനലിലൂടെ ജിപിയും ഗോപികയും പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ ജിപിയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഗോപികയുടെ ആരാധകർ പറയുന്നത്. ഗോപികയുടെ ഡ്രസ്സിംഗിൽ അടക്കം മാറ്റം വന്നതായാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. വിവാഹത്തിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു ഗോപിക. എന്നാൽ ഇപ്പോഴാകട്ടെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് താരം. മുൻപും ഇപ്പോഴും ജിപി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ആളാണ്. അതുകൊണ്ട് തന്നെ ഗോപികയും ജിപിയുടെ വഴിയെ തന്നെ സഞ്ചരിക്കൂ എന്നാണ് ആരാധകർ പറയുന്നത്. മുൻപ് ഏതെങ്കിലും പരിപാടിക്ക് ചെന്നാൽ മൈക്കെടുത്ത് സംസാരിക്കാൻ ഗോപികയ്ക്ക് മടിയായിരുന്നുവെന്നും, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ ആത്മവിശ്വാസത്തോടുകൂടി മൈക്കെടുത്ത് ഗോപിക സംസാരിക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഗോപിക സംസാരിക്കുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ജിപി ആണെന്നാണ് ഇവർ പറയുന്നത്. ജിപി വന്നതോടെ ഗോപികയുടെ ജീവിതമാകെ മാറിയെന്നും ഇവർ പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ നേട്ടങ്ങളിൽ തന്നേക്കാൾ സന്തോഷിക്കുന്നത് ജിപി ആണെന്ന് ഗോപികയും പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലും ഗോപിക സജീവമാണ്. ഗോപികയുടെ പിറന്നാൾ ജിപി ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. ജിപിയുടെ പിറന്നാളിന് ഗോപിക പങ്കുവച്ച കുറിപ്പും വൈറലായിരുന്നു. എങ്ങനെയാണ് ഒരാളെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് തനിക്ക് തന്നെ അത്ഭുതമായി തോന്നുന്നു എന്നാണ് ഗോപിക കുറിച്ചത്. അതേസമയം മിനി സ്ക്രീനിൽ മാത്രം തിളങ്ങി നിന്നിരുന്ന ഗോപിക ബിഗ് സ്ക്രീനിലേക്കും എത്തുകയാണ്. നായികയായാണ് താരം അഭിനയിക്കുന്നതെന്നാണ് വിവരം. തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ച് ജിപി പറഞ്ഞത്. മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ടീമാണ് സുമതി വളവ് എന്ന ചിത്രം ഒരുക്കുന്നത്. അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത്. നടൻ സുരേഷ് ഗോപിയാണ് ചിത്രം പ്രഖ്യാപിച്ചത്. നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജിപി പ്രേക്ഷകർ അടുത്തറിയുന്നത്. MG ശശി സംവിധാനം ചെയ്ത അടയങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗോവിന്ദ് പത്മസൂര്യ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ജിപി മലയാള പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തി നേടിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഡാഡി കൂൾ, IG, വർഷം, പ്രേതം 2 എന്നിവ ജിപിയുടെ ശ്രദ്ധേയമായ ചില ചിത്രങ്ങളാണ്. അതേസമയം ഗോപികയാകട്ടെ ബാലതാരമായാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. ശിവം, ബാലേട്ടൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായാണ് ഗോപിക തന്റെ കരിയർ ആരംഭിച്ചത്. ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന്റെ മൂത്ത മകളുടെ വേഷമാണ് ഗോപിക അവതരിപ്പിച്ചത്. അതേ സിനിമയിൽ തന്നെ ഗോപികയുടെ അനുജത്തി കീർത്തന ഇളയ മകളായും അഭിനയിച്ചിരുന്നു. സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ശ്രദ്ധേയയായത്. അഭിനയ ജീവിതത്തോടൊപ്പം പഠനവും തുടർന്ന് താരം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്.